ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ ശ്രുതിയും ശ്രുതിയും കൂടി ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിലെത്തി കഴിയുമ്പോഴാണ് ശ്രുതി പെട്ടെന്ന് തന്നെ പറയുന്നത്, ശ്രുതി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഡീലറെ കാണാനുണ്ട്, ഞാൻ പോയിട്ട് വരാം, അതുവരെ നീ ഷോപ്പിലിരിക്കുമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി പെട്ടെന്ന് തന്നെ വരണേ, എനിക്ക് പാർലറിലേക്ക് പോയിട്ടും ഒരുപാട് ക്ലയൻസൊക്കെ ഉണ്ട്, ഇന്ന് എന്തായാലും ലീവാകാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റാഫ് വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, മാഡത്തിനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, കുറേ സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ചു, നല്ലൊരു കസ്റ്റമർ ആണെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയോട് കൂടി ഷോപ്പിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും കാണുന്ന കാഴ്ച ശ്രുതി ഇങ്ങനെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അത് വേറെ ആരും ആയിരുന്നില്ല, നവീനാണ്. അങ്ങനെ ശ്രുതിയെ കാണുന്നതും നവീനാണെങ്കിൽ കയ്യിലൊരു ബൊക്കെയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. വെൽക്കം എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ഷോക്കിലാണ് കേട്ടോ. കൺഗ്രാജുലേഷൻസ് കല്യാണി, എന്തായാലും നിന്റെ വളർച്ച കല്യാണിയിൽ നിന്ന് ശ്രുതിയിലേക്ക് എത്തിയപ്പോൾ ഇത്ര വലിയ ഉയർച്ച ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും നിന്റെ ഈ സാമ്രാജ്യമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട് നവീന്. എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, ഞാൻ വേറെ ഒന്നിനുമല്ല, നിനക്ക് ഒരു ആശംസ പറയാനാ വന്നതെന്നും പറഞ്ഞിട്ട് നവീനാണെങ്കിൽ കയ്യിലിരിക്കുന്ന ഒരു ബൊക്കെ എടുത്തിട്ട് ശ്രുതിയുടെ നേരെ നീട്ടുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ ശ്രുതി ഇങ്ങോട്ടേക്ക് വരും, പിന്നെന്തിനാ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? ആഹാ, അത് നല്ല കാര്യമല്ലേ, എങ്കിൽ പിന്നെ ശ്രുതിയും കൂടി ഒന്ന് കണ്ടിട്ട് പോവല്ലോ എന്ന് പറഞ്ഞിട്ട് ബൊക്കെ നീക്കിയിട്ട് ഇങ്ങനെ നവീൻ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ശ്രുതി ബൊക്കെ മേടിക്കാനായിട്ട് ഇങ്ങനെ മടിക്കുന്ന സമയത്ത് നവീൻ പറയുന്നുണ്ട്, ദേ സ്റ്റാഫ് എല്ലാം നോക്കുന്നുണ്ട്, വെറുതെ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി ആ ബൊക്കെ ഇങ്ങനെ മേടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അപ്പോൾ നവീൻ പറയുന്നുണ്ട്, ആഹാ ഞാനാണോ കല്യാണി, നീയല്ലേ എന്നെ വെറുതെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്കിപ്പോൾ നല്ല ക്യാഷിൻ്റെ ആവശ്യമുണ്ട്, നീ ആണെങ്കിൽ എന്നെ ഇപ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ എന്താ പറയുന്നത്? ശ്രുതി പോലും അറിയാതെ ഞാൻ 1,00,000 രൂപയല്ലേ കഴിഞ്ഞ മാസം നിനക്ക് അങ്ങോട്ടേക്ക് തന്ന? അതന്ന് തന്നു, പക്ഷേ ആ 1,00,000 രൂപയൊന്നും എനിക്ക് മതിയാവില്ല, എനിക്ക് കുറച്ച് തിരക്കൊക്കെയുള്ള ആളല്ലേ, എനിക്ക് ഇനി അധികം പൈസ വേണമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് അല്പം മാറി നവീൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാഡം സാറിനും മാഡത്തിനും ജ്യൂസ് എന്തെങ്കിലും വേണമെന്നേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ കസ്റ്റമറെ നോക്കുമെന്നും പറഞ്ഞിട്ട് ആ സ്റ്റാഫിനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ സമയം ശ്രുതി ഇങ്ങനെ മാറിപ്പോകുന്ന കണ്ടിട്ട് നവീനാണെങ്കിൽ ഇങ്ങനെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതി വീണ്ടും ഇങ്ങനെ ഓരോന്നിങ്ങനെ മാറി മാറി നിൽക്കുന്ന സമയത്ത് വീണ്ടും നവീനാണെങ്കിൽ കല്യാണി എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ വീണ്ടും അവിടെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഒന്നുമില്ല, എന്നെ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഓ അത് ശരി, നിൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ നീ ഇത്ര വലിയ ഷോറൂമൊക്കെ ഓപ്പണാക്കി ഇവിടെ വെച്ചിരിക്കുന്നത്? അതൊന്നുമല്ല, ഇപ്പോൾ ഇതിൻ്റെ ഈ ബിസിനസ്സിനുള്ളിലേക്ക് ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഒന്നും ഇല്ലാത്തതെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, ഓ അതാണോ, എങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ക്യാഷായിട്ടൊന്നും വേണ്ട, ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടല്ലോ, ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞാനങ്ങ് പർച്ചേസ് ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ. എനിക്കാണെങ്കിൽ നിൻ്റെ പാർലറിലേക്ക് വന്നാൽ അവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് ഒന്നും കിട്ടില്ല, ഇവിടെയാവുമ്പോൾ എനിക്കിഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുക്കാമല്ലോ എന്നിങ്ങനെ നവീൻ പറയുന്നുണ്ട്. ഈ സമയം നവീനാണെങ്കിൽ ചുറ്റും ഇങ്ങനെ നോക്കിയിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ ഭാര്യ വീട്ടിലേക്ക് പോയിട്ടില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് പോകണമെന്നേ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷോപ്പിൽ മുഴുവൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോവാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നോട് സ്ത്രീധനം പറയുന്നത് പോലെ ലിസ്റ്റിങ് വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, അയ്യോ ഇത് സ്ത്രീധനോ അല്ല, നീ എനിക്ക് തരുന്ന ഗിഫ്റ്റല്ലേ നിൻ്റെ ഒരു സമ്മാനമായിട്ട്, വിവാഹ സമ്മാനമായിട്ട് തരുന്നതെന്ന് കരുതിയാൽ മതി, നിൻ്റെ വിവാഹ ജീവിതം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നീ തരുന്ന സന്തോഷ സമ്മാനം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രുതി വയ്ക്കുന്നുണ്ട്, അല്ല ഇതിൻ്റെയൊക്കെ ക്യാഷ് ആര് തരും? അപ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, എന്താ കല്യാണി ഇത്, ഒരാൾക്കൊരു വിവാഹ സമ്മാനം കൊടുത്തിട്ട് അതിന് ക്യാഷ് ആരെങ്കിലും ചോദിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല നീ ഈ പറഞ്ഞതിൻ്റെ എല്ലാം കൂടി വെച്ചിട്ട് ഒരു 2.5 ലക്ഷം രൂപയെങ്കിലും ആവശ്യമായിട്ട് വരും, ഇതിൻ്റെ എല്ലാം കണക്ക് ഞാൻ ശ്രുതിയോട് എങ്ങനെ പറയുമെന്ന് ചോദിക്കാൻ കേട്ടോ.
അപ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, എന്താ കല്യാണി, നിനക്കാണോ കള്ളത്തരം പറയാനായിട്ട് വലിയ മടിയ? നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയുന്ന ആളാ, അതിൻ്റെ കൂടെ നീ ഇതും കൂടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നാൽ നവീൻ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ഇന്ന് തന്നെ ഈ സാധനങ്ങളൊക്കെ വേണം. അതൊന്നും പറ്റില്ല, ഇവിടെ നിന്ന് ഒന്നും തരാൻ പറ്റില്ല എന്നിങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും, എന്നാൽ ശരി, നീയായിട്ടൊന്നും കണക്ക് പറയാനും തരാനും നിൽക്കണ്ട, നിന്റെ ഹസ്ബൻഡ് ഇങ്ങ് വരട്ടെ, ഞാൻ നന്നായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടേ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തോളാം എന്നിങ്ങനെ പറയണം. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി വീണ്ടും അങ്ങ് വിനയത്തോടു കൂടി നവീൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് കേട്ടോ. പ്ലീസ് നവീൻ, നീ ഇപ്പോൾ എന്നെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ ഇപ്പോഴാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. നവീൻ തീർത്തു പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് വേണ്ട സാധനങ്ങൾ കിട്ടാതെ ഞാനിവിടെ നിന്ന് പോയില്ലാന്നേ. അപ്പോഴേക്കും ഞങ്ങൾ ഇപ്പോൾ ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പോൾ എനിക്കിതൊന്നും തരാൻ പറ്റില്ല എന്നിങ്ങനെ ശ്രുതി പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, അതെ, നീ എനിക്ക് ഈ ഷോപ്പിൽ നിന്നൊന്നും തരണ്ട, നീ ക്യാഷ് എടുത്ത് ഇതിനകത്തിട്ടിട്ട് എനിക്ക് സാധനങ്ങൾ തന്നാൽ മതിയെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നിവൃത്തിയില്ലാതെ ശ്രുതിയാണെങ്കിൽ അതൊക്കെ സമ്മതിക്കുകയാണ്. അങ്ങനെ വാറണ്ടി കാർഡും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് സാധനങ്ങളൊക്കെ നവീന് കൈമാറുന്നുണ്ട്. അങ്ങനെ നവീൻ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് സന്തോഷമായി കല്യാണി, ഇനി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, മതി, ഇപ്പോൾ ശ്രുതി വരും, നീ ഒന്ന് പോകാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. എന്തായാലും നിൻ്റെ ഈ പേടിയാണ് എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറ്റി വണ്ടി പോകുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇന്ന് നല്ല ബിസിനസ്സൊക്കെ നടന്നല്ലോ എന്നും പറഞ്ഞിട്ടാണ് ശ്രുതി വരുന്നത്. എന്നാൽ ശ്രുതി കയറി വരുന്ന ഒന്നും ശ്രുതി കാണുന്നില്ല കേട്ടോ. ശ്രുതി ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് വന്നിങ്ങനെ തട്ടി വിളിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. കൈകൊട്, കൺഗ്രാജുലേഷൻസ്, നീ വന്ന് 1 മണിക്കൂറിനുള്ളിൽ ഇത്രയധികം ബിസിനസ് നടത്തുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. എന്തായാലും ഒരു 2-2.5 ലക്ഷം രൂപയുടെ ബിസിനസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവുമല്ലോ. സാധനങ്ങളൊക്കെ ഇറക്കിയതേ ഉള്ളൂ, അപ്പോഴേക്കും നീ ഇത്ര വലിയ ബിസിനസ് നടത്തിയല്ലേ. എന്തായാലും കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് ഇങ്ങനെ ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് അന്താളിച്ച് നിൽക്കുകയാണ്. ശ്രുതിയോട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ശ്രുതി നേരെ പോകുന്നത് ക്യാഷ് കൗണ്ടറിലേക്കാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ക്യാഷ് ഇങ്ങനെ ഡ്രോയിങ്ങിനെ നീക്കി നോക്കുന്ന സമയത്ത് 1 രൂപ പോലും അതിനകത്ത് ഉണ്ടായിരിക്കില്ല കേട്ടോ. കാർഡ് പേയ്മെൻ്റ് ആയിരിക്കും അല്ലേ. അല്ല ശ്രുതി, എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ലല്ലോ, അപ്പോൾ ക്യാഷും അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, അത് EMIയിലാണ് ഇട്ട് മേടിച്ചത്. EMIയോ? അപ്പോൾ നമ്മൾ കട സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉടനെ എങ്ങും തന്നെ ആർക്കും EMI കൊടുക്കുന്നില്ലെന്നല്ലേ 2 പേരും കൂടി തീരുമാനിച്ചതെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അല്ല ശ്രുതി, എനിക്ക് അവരെ നന്നായിട്ട് അറിയാവുന്നതാണ്, എൻ്റെ പാർലറിൽ വരുന്ന സ്ഥിരം ക്ലയൻറ്റിൻ്റെ ഹസ്ബൻഡാണ്, അവർ നല്ല ആളുകളാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും പോട്ടെ, EMI ആണെങ്കിലും കുറച്ചൊരു ഡൗൺ പേയ്മെൻറ്റ്സ് കാണുമല്ലോ, അപ്പോൾ പിന്നെ അതെന്തെന്ന് ചോദിക്കാണ് കേട്ടോ. അതും മേടിച്ചില്ല, അത് എനിക്ക് നല്ല വിശ്വാസമുള്ള ആളുകളാണെന്ന് വീണ്ടും ശ്രുതി പറയാണ് കേട്ടോ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ എന്തൊക്കെയായി പറയുന്നത്, ഡൗൺ പേയ്മെൻറ്റും ഇല്ല, എത്ര വിശ്വാസമുള്ള ആളാണെങ്കിലും ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഡീലറിന് പൈസ കൊടുക്കണമല്ലോ, അതിനിപ്പോൾ എന്താ ചെയ്യുക, ഇനി ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്താൽ എന്താ നമ്മൾ ചെയ്യുക, നമുക്ക് ബാക്കി ക്യാഷിനൊക്കെ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ സമയം ശ്രുതിയും പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ അടുത്ത് തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ ശ്രുതി, എനിക്ക് അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് ഈ കടയിൽ ഒരു റൈറ്റ്സും ഇല്ലേ, എൻ്റെ ഒരു ക്ലയൻസിന് ഞാനാണ് ആ ബിസിനസ് നടത്തിയത്, അപ്പോൾ അതിൻ്റെ ക്യാഷ് മേടിച്ചെടുക്കാൻ എനിക്കറിയാം, അപ്പോൾ പിന്നെ ഞാൻ ആരും അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ദേഷ്യപ്പെടുന്ന സമയത്ത് ശ്രുതി വീണ്ടും അങ്ങ് സൈലൻ്റായി പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ ചൂടാവല്ലേ, അതല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലേ ഞാൻ ഇപ്പോൾ തന്നെ അവരെ തിരിച്ച് വിളിച്ചോളാം, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം എൻ്റെ ഹസ്ബൻഡിന് എന്നെ വിശ്വാസമില്ല, നിങ്ങൾ സാധനങ്ങളെല്ലാം ഇങ്ങനെ തിരിച്ചെത്തിക്കാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, അതൊന്നും വേണ്ട ശ്രുതി, ഇപ്പോൾ നിൻ്റെ ക്ലയൻസ് അല്ലേ, അപ്പോൾ പിന്നെ അതിനകത്ത് എനിക്ക് വിശ്വാസമുണ്ട്, അവർ കറക്റ്റായിട്ട് പൈസ തന്നോളുമായിരിക്കും അല്ലേ, എങ്കിൽ പിന്നെ നിനക്ക് പാർലറിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്, നീ അങ്ങോട്ടേക്ക് പോക്കോന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് പാർലറിലേക്ക് പോകണം കേട്ടോ. ശ്രുതി ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് ഷോപ്പിൽ നിന്നിറങ്ങി പോകുന്നത്.
അങ്ങനെ പാർലറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ മീരയെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. മീരെ, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്, എങ്കിൽ പിന്നെ നീ പെട്ടെന്ന് തന്നെ വാ, എനിക്ക് നിന്നെ ഒന്ന് അർജൻറ്റായിട്ട് കാണണമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും മീരയും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ മീരയെ കണ്ടതും ശ്രുതിയാണെങ്കിൽ നവീൻ വന്ന കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇത് ഇങ്ങനെ നീ ഓണം ഓഫർ കൊടുക്കുന്നത് പോലെ കടയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരിക്കൊണ്ട് വന്നാൽ ഇതിൻ്റെ ക്യാഷൊക്കെ ഇനി നീ എങ്ങനെ ശ്രുതിക്ക് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല മീരെ, എന്തായാലും ഇനി എനിക്ക് മാസം എൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ വേണം കൊടുക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, എന്താടി ഇത്, നീ ഓരോരുത്തർ മാസം വീട്ടിലേക്ക് ക്യാഷ് കൊടുക്കുന്ന പോലെയാണല്ലോ നീ അവന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇവനെയൊക്കെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശ്രുതിയാണെങ്കിൽ അമ്പലത്തിൽ പോയിരുന്നില്ലേ, അതുപോലെ ഉടനെ തന്നെ നീയും പോയി അവിടെ ഇരിക്കേണ്ടി വരുമെന്ന് ഇങ്ങനെ മീര പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നിന്നെ ഉടനെ തന്നെ കാണണമെന്ന് പറഞ്ഞത്. എന്തായാലും നവീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും പറയാൻ പോയാൽ അവനത് ഉടനെ തന്നെ ഇഷ്യൂ ആക്കില്ലേ, എന്തായാലും ഇങ്ങനെ വിടാൻ പറ്റില്ലേടി. എൻ്റെ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വന്ന സാധനങ്ങളൊക്കെ അവൻ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ പുറത്ത് തന്നെ ഒരു കച്ചവടം കൂടി തുടങ്ങും, അതാണ് അവൻ്റെ പ്ലാൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന് മീര ചോദിക്കുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് ഭ്രാന്ത് പിടിച്ചോ, നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്, പോലീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് എന്നെയായിരിക്കും, അവനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കബളിപ്പിച്ചിട്ടാണ് ആ പേര് പറഞ്ഞിട്ടാണ് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്നൊക്കെ, അപ്പോൾ പിന്നെ ഞാനായിരിക്കില്ലേ ആദ്യം പോലീസ് കസ്റ്റഡിയിലാവുകയെന്ന് പറയാൻ കേട്ടോ. ഓ അത് ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നു, നീ ഒരു കുടുംബത്തെ മുഴുവൻ കബളിപ്പിച്ചിട്ടാണല്ലോ ഇപ്പോൾ കഴിയുന്നതെന്ന് ഇങ്ങനെ മീര പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, എടി ഞാൻ അതല്ല പറയാൻ വന്നത്, അവനെ തൽക്കാലത്തേക്കിന് ഒന്ന് ഒതുക്കി നിർത്താനായിട്ട് നമുക്കൊരു ഗുണ്ടകളെയൊക്കെ ഒരു കൊട്ടേഷൻ ടീമിനെ അറേഞ്ച് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മീര ഇങ്ങനെ ഞെട്ടിപ്പോണ്, നീ എന്തൊക്കെയാണ് ശ്രുതി കല്യാണി ഈ പറയുന്നത്, നീ ഇപ്പോൾ ഇനി ആ ഒരു കാര്യം കൂടിയേ നമ്മൾ ചെയ്യാനുള്ളൂ, നീ എന്താ അവനെ തട്ടിക്കളയാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കണം. ഏയ് അല്ല, തൽക്കാലത്തിന് അവനെ ഒന്ന് ഒതുക്കി നിർത്തണം, അതിനു വേണ്ടിയിട്ട് നമുക്കൊരാളുടെ സഹായം തരണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി നേരെ ചെല്ലുന്നത് ആൻ്റണിയുടെ അടുത്തേക്കാണ് കേട്ടോ. ആൻ്റണി ആണെങ്കിൽ ശ്രുതിയെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചൊക്കെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ ആൻ്റണി പറയുന്നുണ്ട്, എന്തായാലും മാഡത്തിനെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്, ഇത്രയും ആക്റ്റീവായിട്ടുള്ള പലിശയൊക്കെ കൃത്യമായിട്ട് തരുന്ന ഒരു കസ്റ്റമർ ഞങ്ങൾക്ക് തീരെയില്ല, എന്തായാലും നിങ്ങൾക്ക് ഞങ്ങൾ എത്ര ക്യാഷ് വേണമെങ്കിലും ഇനിയും തരുമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, അല്ല ഇവളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ എനിക്ക് ക്യാഷ് തരുമോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഡി ഒന്നും മിണ്ടാതിരിക്കെ, ഞങ്ങളിപ്പോൾ വന്നത് ക്യാഷിന് വേണ്ടിയിട്ടല്ല വേറൊരു കാര്യത്തിനാണെന്ന് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ഞാനിവിടെ വന്നത് ഒരു ആൾ കുറേ ദിവസമായിട്ട് ഞങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാണ്, എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇനി ഉടനെയെങ്ങും അവൻ എൻ്റെ പുറകെ വരാതെ എന്തെങ്കിലും ചെയ്തു തരണം, അതെനിക്കൊരു ഹെൽപ്പാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ആളാണ്, അല്ലാതെ എനിക്ക് അവരെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല ഞങ്ങളിവിടെ ക്യാഷിന് വരുന്നതിന് മുമ്പ് തന്നെ പുറത്ത് നിങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, പുറത്തൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്, എന്തായാലും പലിശയ്ക്ക് പൈസ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പോലീസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ആഹാ എന്താണ് നമ്മൾ ഇത്രയ്ക്ക് ഫേമസ് ആയിരുന്നോ എന്നിങ്ങനെ കൂടെ ഉള്ള ആളോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അതെ ആൻ്റണി ചേട്ടാ, നമ്മളിപ്പോൾ നല്ല പോപ്പുലർ ആയിട്ടുണ്ട്, എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ആളുകൾക്കൊക്കെ നമ്മളെ ഒരു പേടിയോടുകൂടിയുള്ള ബഹുമാനമൊക്കെ ഉണ്ടെന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ആഹാ അതെന്തായാലും നന്നായി, ഇനി കേൾക്കട്ടെ, മാഡത്തിൻ്റെ പുറകെ നടന്ന ആരെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും നവീൻ്റെ ഫോട്ടോ ഇങ്ങനെ കാട്ടിക്കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതാണ് ആളെന്ന് പറയണം. അയാളുടെ ഫോട്ടോ ഇങ്ങനെ മേടിച്ച് നോക്കിയിട്ട് ആൻ്റണി പറയുന്നുണ്ട്, ആഹാ ഇയാളെ കണ്ടിട്ട് ഒരു IT കമ്പനിയിലെ മാനേജറെ പോലെയൊക്കെയാണല്ലോ തോന്നുന്നത്, പുള്ളിയെ കണ്ടിട്ട് ഒരു ഹൈടെക് ആളായിട്ടാണല്ലോ തോന്നുന്നത്, ഇയാളാണോ നിങ്ങളെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആള് കാണുന്നത് പോലെയൊന്നുമല്ല, ഹൈടെക് ക്രിമിനലാണ്, അയാളുടെ ഭാര്യ അയാളെ പേടിച്ചിട്ട് ഇട്ടേച്ച് ഓടിപ്പോയതാണ്, ഇപ്പം എൻ്റെ പുറകെ നടന്ന് ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ആൻ്റണി ചോദിക്കുന്നുണ്ട്, അല്ല
നിങ്ങളുടെ പുറകെ ഇയാൾ നടന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള എന്തോ രഹസ്യം ഇയാൾക്ക് അറിയാതിരിക്കണമല്ലോ. അപ്പോൾ പിന്നെ അതെന്താ, എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ എന്ത് പറഞ്ഞ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നേ, നിങ്ങൾ രഹസ്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ആ ഫോട്ടോ കാണിച്ചു കൊടുത്തത് നമ്മുടെ ശ്രുതിയുടെ ഫോണിലാണല്ലോ. ശ്രുതി പെട്ടെന്ന് തന്നെ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് ഫോണിങ്ങനെ തട്ടിപ്പറിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് വ്യക്തമാക്കാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് പോലീസിൽ പോയിരുന്നോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തിനാ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മീരയും പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, നിങ്ങളെന്താ ഇങ്ങനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ചോദിക്കുന്നത്? നിങ്ങൾ ബാങ്കിലൊക്കെ ചെന്നിട്ട് ഒരു ഫോം ഇങ്ങനെ തരുമ്പോൾ ഒന്നും വായിച്ചു നോക്കാതെ തന്നെ സൈൻ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ഈ കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് തന്നൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല ആൻ്റണിയെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞേര്, ഞങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളാം. എന്തായാലും പുറത്തുള്ളവർ പറഞ്ഞപ്പോൾ നിങ്ങളെ കൊണ്ടാണ് ഇതിന് ഏറ്റവും നല്ലതായിട്ട് പറ്റുന്നതെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നിങ്ങനെ ശ്രുതി പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ അല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം. പിന്നെ ഒരു കാര്യം ചെയ്യും, അവൻ്റെ ഫോട്ടോയും ഫോൺ നമ്പറും കൂടി എൻ്റെ ഫോണിലേക്കൊന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പ്രത്യേകം പറയുന്നുണ്ട്, ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഒരിക്കലും അറിയില്ല. അപ്പോഴേക്കും ആൻ്റണി ചോദിക്കുന്നുണ്ട്, അവനെ തീർത്ത് കളയണോ? അതൊന്നും വേണ്ട, അവൻ ഒരിക്കലും ഇനി എൻ്റെ പുറകെ വരാതിരിക്കണം, അത്രമാത്രം ചെയ്താൽ മതി എന്ന് പറയാണ്. എന്നിട്ട് ഇതിൻ്റെ ക്യാഷ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആൻ്റണി പറയുന്നുണ്ട്, അതെന്തായാലും ഇപ്പോൾ ക്യാഷൊന്നും വേണ്ട, നിങ്ങളൊരു ഹെൽപ്പായിട്ടല്ലേ ചോദിച്ചത്, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയും മീരയും കൂടി അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ആൻ്റണിയുടെ കൂടെയുള്ള ആ ആൾ പറയുന്നുണ്ട്, ഇത് സച്ചിയുടെ വീട്ടിലെ പെൺകുട്ടിയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, അതേടാ അതെനിക്കറിയാം, എന്തായി എന്നിട്ട് അതറിഞ്ഞുകൊണ്ട് എന്തിനാ ഇവളെ ഇങ്ങനെ പൈസ മേടിക്കാതെ ഹെൽപ്പ് ചെയ്യുന്നത്? അതേ, അത് തന്നെയാണ് എൻ്റെ ഐഡിയ. ആ ശരത്തിപ്പോൾ പതിയെ കാലുമാറിയാൽ തന്നെ സച്ചിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവളെ തന്നെ നമുക്ക് കൂട്ടുപിടിക്കാമെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും രണ്ടുപേരും കൂടി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഈ സമയം നവീൻ്റെ ഫോട്ടോയും ഫോൺ നമ്പരും ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൂടെയുള്ള ആളുടെ കയ്യിൽ ആ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോട്ടോയും കൊടുത്തിട്ട് അയാളോട് പറയുന്നുണ്ട്, ഈ നമ്പറിൽ വിളിച്ചിട്ട് അയാളോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാന്ന് പറയാണ്. അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്ന രേവതി കിച്ചണിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വർഷ എത്തുന്നുണ്ട് കേട്ടോ. രേവതി ചേച്ചിന്ന് വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ വർഷേ, ചായ വല്ലതും വേണോന്ന് ചോദിക്കണേ? വേണ്ട രേവതി ചേച്ചി, എന്തായാലും ഇന്നലെ രാത്രിയിലത്തെ ദേഷ്യം കണ്ടപ്പോൾ ഞാനോർത്തു രേവതി ചേച്ചി ഇനി ഒരിക്കലും കിച്ചണിൽ കയറില്ലെന്ന്. അപ്പോഴേക്ക് രേവതി പറയാൻ കേട്ടോ, ദേഷ്യപ്പെടുന്നതിനും ഇവിടെ എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ടേ, അതെന്താ രേവതി ചേച്ചി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാൻ കേട്ടോ. ഇന്ന് ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ചന്ദ്രമതി പുറത്തുനിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തു പെട്ടെന്നാണ് ഇന്നലെ രാത്രിയിലെ അത്രയും വഴക്ക് കഴിഞ്ഞിട്ട് ചേച്ചി കൂളായത്. ഒരിക്കലും ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് ഇത്രയും പെട്ടെന്ന് ആരും സോൾവ് ആവില്ല. വഴക്കുണ്ടാക്കിയ ആദ്യം തന്നെ ഭാര്യ വീട്ടിലേക്കായിരിക്കും പോവുക, സ്വന്തം വീട്ടിലേക്കായിരിക്കും പോവുക. എന്നാൽ ചേച്ചി അതുപോലും ചെയ്യാറില്ല. എന്തായാലും ചേച്ചിയെ പോലൊന്നും ആകാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് വർഷ പറയാൻ കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അതെന്താ നീയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? സച്ചിയേട്ടൻ എന്തായാലും രാത്രി എനിക്ക് വേണ്ടി പരിസരം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നില്ലേ, അതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? അതൊക്കെ പോരെ എൻ്റെ സങ്കടം മാറാനെന്ന് പറയാൻ കേട്ടോ. ഈ സമയം വർഷ പറയുന്നുണ്ട്, അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോയില്ല. ശ്രീകാന്ത് എങ്ങാനും എന്നോട് ദേഷ്യപ്പെട്ട് പോയാലേ അവൻ്റെ മൂക്കിടിച്ച് ഞാൻ പരത്തുമെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി, അയ്യോ എടി ദ്രോഹി, എൻ്റെ മകനെ ഇവളെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് കൂടെ വിടുക എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അല്ല അതൊക്കെ പോട്ടെ, ശ്രീകാന്ത് ആണെങ്കിൽ അങ്ങനെ ചെയ്യും, ഇപ്പം ഞാൻ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വർഷം പറയുന്നുണ്ട്, ഇത് കണ്ടില്ലേ എൻ്റെ കയ്യിൽ ഇത്രയും ഷാർപ്പായിട്ട് ഞാൻ ഈ നെയിൽസ് വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയോ? എന്നെ ദേഷ്യം പിടിപ്പിച്ച ഞാൻ ഈ നഖം കൊണ്ട് മാന്തി പറിക്കുമെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും അയ്യോ എന്നെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, എന്തായാലും വർഷേ ഞാൻ നിന്നെ ദേഷ്യമൊന്നും പിടിപ്പിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഇത് കേട്ടിട്ട് പുറത്തുനിന്ന് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മുടെ രേവതിനെയാണല്ലോ ഇങ്ങനെ മാന്തി പൊളിക്കുമെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും രേവതിക്കുന്നുണ്ട്, ശരി ശരി ആയിക്കോട്ടെ, ഇനി അമ്മയാണ് നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ട് സ്നേഹത്തോടു കൂടി ഇങ്ങനെ ഒന്നുകൂടെ ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ. കാരണം വർഷ തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിക്കും, നല്ലതേ പറയുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ
ചന്ദ്രമതി നിൽക്കുന്നത്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എന്തായാലും രേവതി ചേച്ചിയെ പോലെ സൈലൻ്റ് ആയിട്ടൊന്നും ഞാൻ നിൽക്കില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ക്യാരക്ടേഴ്സിനൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ ചെവിയിൽ നിന്ന് പൊന്നീച്ച പാറുന്നതായിട്ടൊക്കെ ആ ഒരു ഫീലാണ് ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എന്തായാലും അതുപോലെ തന്നെയായിരിക്കും ആൻറ്റിയുടെ കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും ഒക്കെ പൊന്നീച്ച പാറുമെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയാണ് രണ്ട് ചെവിയൊക്കെ ഇങ്ങനെ തടവിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇനിയും പറഞ്ഞിട്ട് മതിയായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യും വർഷേ? അതെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തവി കണ്ടോ, ഈ തവി കൊണ്ടുപോയിട്ട് ഞാൻ നന്നായിട്ടങ്ങ് ചൂടാക്കും, അത് പഴുപ്പിച്ചിട്ടേ ആൻറ്റിക്കിട്ടങ്ങ് പോയി ഒരു നല്ല എക്സ് പോലെ അങ്ങ് വെച്ച് കൊടുക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും വർഷ പെട്ടെന്ന് തന്നെ വർഷയുടെ കയ്യിൽ നിന്ന് രേവതി പെട്ടെന്ന് തന്നെ ആ തവി അങ്ങ് മേടിക്കുകയാണ് കേട്ടോ. അയ്യോ വർഷേ, അങ്ങനെയൊന്നും ചെയ്തേക്കില്ലേ എന്ന് പറഞ്ഞിട്ട് മേടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയാണെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. എന്താ ഇവിടെ രണ്ടുപേരും കൂടി എന്തെടുക്കുവാന്ന് ചോദിച്ചുകൊണ്ട്, വാ ആൻറ്റി, ആൻറ്റിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്രമതി ഒന്നും അറിയാത്ത രീതിയിൽ എന്താ എന്നെക്കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്ന, എനിക്ക് പോവാൻ സമയമെന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ശരി വർഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് വർഷ യാത്രയാക്കുന്നുണ്ട് കേട്ടോ. വർഷ പോയി കഴിയുമ്പോഴേക്കും രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നീ രണ്ടും കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കേട്ടു. എന്നിട്ടാണ് അമ്മ ഒന്നും അറിയാത്ത രീതിയിൽ കയറി വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീയൊക്കെ കൊള്ളാമല്ലോ, നീ എന്താടി അവളെ മാറ്റിയെടുത്തിട്ട് നീ രണ്ടും കൂടി ഗ്യാങ് തിരിഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണോ നീ ചെയ്യുന്നതെന്ന് ചോദിക്കണേ. അമ്മേ, ഞങ്ങൾ ചുമ്മാ തമാശ പറഞ്ഞ. അമ്മായിയമ്മയെ പൊള്ളിക്കുന്നതാണല്ലോ നിനക്കൊക്കെ തമാശയെന്ന് പറയാണ് കേട്ടോ. അമ്മ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല, ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാറുമില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അമ്മയെ കുറച്ച് മോരെടുക്കട്ടെ, ശരീരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാൻ കേട്ടോ. നീ എന്താടി ആളെ കളിയാക്കുവാണോ? നിനക്കിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അടുക്കളയിൽ നിന്ന് നമുക്ക് പോവാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.